Hi everyone, welcome to Tips and Treats. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും ഫാമിലി അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവർ 3-4 ദിവസം നമ്മളെ അടുത്ത് സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ ഒരു 8-9 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് തന്നെ. അപ്പോൾ അവർ വന്നിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലാക്കി വെച്ചു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ഈസി ആവുമല്ലോ. മാത്രമല്ല ചിക്കനിലെ മസാല ഒക്കെ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് തന്തൂരി മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ മസാല ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലിംഗ് ഫിലിം വെച്ചൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്യാസും സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്നത്തെ കിച്ചണിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന ടൈമിൽ ബർദുബായ് ഏരിയയിലാണ്. അന്ന് ദീപാവലിയുടെ തലേദിവസം ആയതുകൊണ്ട് തന്നെ ബിൽഡിങ്സിൽ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയത്. അതിനുശേഷം എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ 2 മണിയായി കാണും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ചിൻ്റെ പരിപാടികളിലോട്ട് കടന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സവാളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ്.
പിന്നെ ഞാൻ അരിക്കായിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി മുന്നേ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്നെ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബിരിയാണിക്കുള്ള റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ഉള്ളി പൊരിക്കുന്ന കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മസാല ഒക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാനിവിടെ നമ്മുടെ സലാഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൈസും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി റൈത്ത് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ അവരെത്തിയത്. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. ഏകദേശം ഒരു 8-9 മാസമായി കണ്ടിട്ടില്ല. ഐശുട്ടി ഞങ്ങളടുത്തൊന്നും വന്നപ്പോൾ കൂട്ടാക്കിയിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒന്ന് അടുത്തത്. അപ്പോൾ ഇന്നുവിനായിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും കൂട്ടായിട്ടോ. അപ്പോൾ ഇന്നു ഐശുട്ടിക്ക് വേണ്ടി കാർഡൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കുകയാണ് ചെയ്തത്. കാരണം അവർ അബുദാബിയിൽ നിന്ന് വന്നതാണ്. മാത്രമല്ല അവർ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ച് എടുക്കുകയാണ് ചെയ്തത്. യൂച്ചു ഉണ്ടായിരുന്നില്ല. കാരണം യൂച്ചുവിന് അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പായസത്തിൻ്റെ പണിയൊക്കെ നോക്കിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. പിന്നെ പതിവ് പോലെ ക്ലീനിങ് ആണ്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഒരു ഗുഡിയുടെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയതും കുറച്ച് ഗുഡിയുടെ പ്രൊഡക്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ ഓർസോ എന്ന് പറഞ്ഞിട്ടൊരു പാസ്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാസ്ത ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പായസം ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ പാസ്ത കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നൂഡിൽസ് എല്ലാം കുക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പാസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പാസ്ത കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും പാസ്ത കാണാനായിട്ട്. ഞാൻ ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഫ്രഷ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം പാസ്ത ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാസ്ത ഓൾറെഡി കുക്ക്ഡാണ്. പക്ഷെ എന്നാലും പാസ്തയും പാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ പാസ്തയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ പാസ്ത ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ അടപ്രഥമനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പാല് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണ്ട പാലപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് അടയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു പാസ്തയുടെ കൂടെ നമുക്ക് പാല് കഴിക്കുമ്പോൾ നല്ലൊരു കുറുകി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് സാഫ്രോണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പാല് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് തിളച്ചാൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ പാസ്ത പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഈ പായസം കുടിക്കുമ്പോൾ ഇത് പാസ്ത വെച്ചിട്ടുള്ള പായസമാണ് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും വിചാരിച്ചത് നമ്മുടെ മുല്ലമുട്ട് പായസം അരിപ്പൊടി വെച്ച് നമ്മളിതുപോലെ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ അടപ്രഥമനൊക്കെ പോലെ തന്നെയാണ്, അടപ്പായസം പോലെ തന്നെയാണ് ടേസ്റ്റൊക്കെ. ഇത് പാസ്ത വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങാൻ കാരണമുണ്ട്. അപ്പോൾ അവർ വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അനിയനെ അബുദാബിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ അബുദാബി ഓഫീസ് ദുബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ദുബൈയിലോട്ട് താമസം മാറാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ചെല്ലാം അവർ ഓൺലൈൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നെല്ലാം ഡയറക്റ്റ് കണ്ടിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അബുദാബി ദുബൈ ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഷിഫ്റ്റിങ്ങും എല്ലാം കഴിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് ഫ്ലാറ്റ് നോക്കാനായിട്ട് ഇറങ്ങിയത്. അനിയൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഏകദേശം അരമണിക്കൂർ ഡ്രൈവുള്ള ഏരിയയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്ലാറ്റ് നോക്കിയത്. അപ്പോൾ അവർ ഓൺലൈനിലൂടെ 2-3 എണ്ണമൊക്കെ സെലക്ട് ചെയ്ത് ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഫ്ലാറ്റിൻ്റെ അകത്തു നിന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ലൈറ്റ് ഇല്ലായിരുന്നു. ഇത് ഈ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് വേറൊരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കുറച്ച് ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു. റൂമും ഹാളും എല്ലാം നല്ല സ്പേഷ്യസ് ആയിരുന്നു. അതുപോലെ തന്നെ കിച്ചണിലും റൂമിലെല്ലാം ഇൻബിൽറ്റ് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതായിരുന്നു. നേരത്തെ കണ്ട ഫ്ലാറ്റ് നല്ല തന്നെയായിരുന്നു കേട്ടോ. അവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും ജിമ്മും എല്ലാം ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ 2-3 ഫ്ലാറ്റൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ചില ഫ്ലാറ്റിലൊന്നും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി കണ്ട ഫ്ലാറ്റിൽ നിന്ന് നമുക്ക് ഒരു ഫ്ലാറ്റ് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് പകൽ പോയി കണ്ടിട്ട് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റൊക്കെ എല്ലാം കൺഫേം ചെയ്തു. അപ്പോൾ ഈ ഫ്ലാറ്റ് അല്ല കേട്ടോ നമ്മളെടുത്തത്. നെക്സ്റ്റ് ബിൽഡിങ്ങിലുള്ള ഇവരുടെ തന്നെ പ്രോപ്പർട്ടീസിലുള്ള ഫ്ലാറ്റാണ് എടുത്തത്. അവിടെ കുറച്ചും കൂടെ റൂമും ഹാളൊക്കെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫ്ലാറ്റാണ് നമ്മൾ കൺഫേം ചെയ്തത്. ഫ്ലാറ്റെല്ലാം ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കരാമയിലോട്ടാണ് പിന്നെ പോയത്. അപ്പോഴേക്കും ഏകദേശം സമയം 2:30-3 ആയിട്ടുണ്ട്. നമ്മൾ കരാമയിലുള്ള സംസം മന്തിയിലേക്കാണ് പിന്നെ പോയത്. അങ്ങനെ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞ് ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ ഷിഫ്റ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ അവർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ പോകുമ്പോൾ ഫ്ലാറ്റൊക്കെ ഒന്നും കൂടെ കാണിക്കാം. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് ടയർഡായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
Thanks for watching. All take care and bye-bye.